വെറുതെ വരില്ല. അവൻ ഭയങ്കര കുഴപ്പക്കാരനാണ്. കാര്യം എന്താന്ന് പറയാം. ഇല്ല, അവൻ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അവൻ പോയി വന്നു. ഞാൻ കണ്ടുപിടിച്ചു. അവനാള് ഭയങ്കര കുഴപ്പക്കാരനാണ്. ഹലോ, ഇതെന്താ ചോദിക്കുന്നത്? ഇതിപ്പോ അവിടെ നിങ്ങൾക്ക് കിട്ടിയത്? എന്താണ് ഞാൻ അടിക്കും. ഉച്ചവരെ നിങ്ങൾ ഈ സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി ഞാൻ പറഞ്ഞു. പക്ഷെ അടിക്കില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ആരാ തന്നു ഞാൻ ചോദിക്കാം. എനിക്ക് അവനാ തന്നു. ആര്? എനിക്ക് ഇവനാ തന്നു. ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തിട്ടില്ല. മോളോ പറയണ്ട. കാര്യമായിട്ടാണ് ഞാൻ കൊടുത്തിട്ടില്ല. ആ കോളേജിലെ സെക്കൻഡ് വരുമ്പോ തന്നെ ഞാൻ പറഞ്ഞു അവനാണ് കാണാൻ വേണ്ടി വന്നതാണല്ലോ. എനിക്കറിയാലോ. ആളൊന്ന് ശരിയാക്കി എടുക്കാം. അപ്പോഴാണ് പിന്നെ ആൾക്ക് കൊണ്ട് കൊടുത്തത് പ്രശ്നമാകും. ഞാൻ പറഞ്ഞില്ല അവൻ അത്ര ശരി, ഭയങ്കര കുഴപ്പക്കാരെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരാൾ നന്നാക്കി എടുക്കാൻ നോക്കും, അല്ലാതെ വെറുതെ ഇത്ര നശിപ്പിക്കാനുണ്ട്. കഞ്ചാവും കള്ളും കുടിച്ചിട്ട് ആളുടെ പറഞ്ഞില്ലേ ആളാണെന്ന്. നമ്മൾ രണ്ടുപേരല്ലോ ഇവിടെ, വേറെ ആരില്ലല്ലോ. പിന്നെ നിങ്ങൾ പരിഹാരം ഞാൻ ഉണ്ടായിക്കോളാം. ഞാൻ വലിക്കും. കാണില്ലേ? നീയല്ലേ തന്നു? എനിക്ക് ആരുടെ അടുത്ത് നിന്ന് മേടിച്ച് പിടിക്കണ്ട, നശിക്കും. പിള്ളേരെ നശിപ്പിക്കണത് പറ്റില്ല. എന്തോ ചെയ്തു, എന്ത് പറഞ്ഞാലും നിന്റെ തലയിൽ കയറില്ല. എന്ത് വേണേലും ചെയ്യും. ഞാൻ പോട്ടെ. ഒരു കാര്യമില്ല. എവിടേക്ക് നീ പോകുന്നു? നീ പറയേണ്ട പ്രശ്നം എന്താണ്? അവിടെ കിടക്കണ എന്റെ ചേട്ടനാണ്. ആളെ നീ കൊണ്ടുകൊടുത്ത മരുന്ന് അടിച്ചിട്ടാണ് ആളിപ്പോ അവിടെ ബോധമിലാണ് കിടക്കുന്നത്. ഇതൊന്നും കൊടുക്കില്ല, ഇത് വേണം കൊണ്ടല്ലേ കൊടുത്തത്. അതെങ്ങനെ പോയായിരുന്നു? എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യമില്ല. എടാ മോനെ, ദേഷ്യപ്പെടാൻ വേണ്ടി പറയുന്നതല്ല, സങ്കടം കൊണ്ട് പറയുന്നതാ. മനസ്സിലുണ്ട് നീ? എൻ്റെ വീട്ടിലെ സാഹചര്യം ചേട്ടൻ അറിയില്ലല്ലോ. കടം വിട്ടെ. എനിക്ക് കാശ് എനിക്ക് ഇതൊക്കെ എനിക്ക് വേണ്ടത്. ഇവിടെ കുറച്ചൊക്കെ നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കണ്ട. അല്ലാണ്ട് നിന്നോടുള്ള വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്ത് പറയുന്നതല്ല ഞാൻ. നിങ്ങൾ ഈ കോളേജും കഴിഞ്ഞ് നല്ല വിദ്യാഭ്യാസത്തോടെ നല്ല ജോലി മേടിച്ചിട്ട് നമ്മുടെ നാടിന് മാതൃകയുള്ള ആൾക്കാർ ഈ കഞ്ചാവും MDMA ഒക്കെ കൊടുത്തിട്ട് നശിപ്പിക്കാനുള്ളതാണ്. നിങ്ങൾ വിചാരിച്ച തീരാവുന്ന പ്രശ്നങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. നമ്മുടെ കേരളത്തിനെ രക്ഷിക്കുക, നമ്മുടെ നാട് രക്ഷിക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വം. അത് മനസ്സിലാവില്ല. അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നോട് വന്നത്, അല്ലാതെ നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടില്ല. ഇനിയൊന്നും ഇങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. എന്നിട്ടത് വേറെ ആരോടും പറയല്ലേ. ഞാൻ എൻ്റെ ഒരു സാഹചര്യം കൊണ്ടാണ് ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്യില്ല എന്നായിരുന്നു. ശരി കേട്ടോ, വിഷമത്തോട് പറയാം കേട്ടോ. വേറെ ഒന്നും വിചാരിക്കില്ലേ, അവസ്ഥ അങ്ങനെയാണ്. ശരി. അറിയാം, നീ എന്നെ വിളിക്കണ്ടേ? ശരി, ഇതവിടെ നിർത്താം.
ha ha ha